എന്താ ഒരു പരുങ്ങൽ? ഏയ് ഒന്നുമില്ല. പവൻ എന്താ ഇവിടെ? അതെന്താ എനിക്കിവിടെ വന്നൂടെ? ഉള്ളിലുള്ള പതറൽ പുറത്ത് കാണിക്കാതെ ഗായത്രി പറഞ്ഞു. പവന്റെ സൈഡിലൂടെ ഗായത്രി അവർ നിന്നിരുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ശൂന്യമായിരുന്നു. ആശ്വാസത്തിൽ ഗായത്രി പവനെ മറിഞ്ഞു കടന്നു പോകാൻ നിന്നതും പവൻ കൈകൊണ്ട് തടസ്സമുണ്ടാക്കി. പവൻ പ്ലീസ്, എൻ്റെ ഭാഗം ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും വന്ന് ബുദ്ധിമുട്ടിക്കരുത്. എന്തുകൊണ്ട് നിനക്ക് എന്നെ സ്നേഹിച്ചുകൂടാ ഗായത്രി? എൻ്റെ കുറവ് എന്താ എന്ന് കൂടി പറഞ്ഞു താ. ഒരാളെ സ്നേഹിക്കുന്നത് അയാളെ ഗുണം നോക്കിയാണോ പവൻ? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം ആരോടും ഇനി തോന്നില്ല. അപ്പോൾ ഇതിനു മുന്നേ തോന്നിയിട്ടുണ്ടല്ലേ? പവൻ, എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ പുറകിൽ പുറകിൽ നടന്നു ഇഷ്ടമാക്കാമെന്നൊന്നും കരുതണ്ട. ഞാൻ കോളേജുകളല്ല ഇത്തരം ചീപ്പ് റൊമാൻസിൽ വീഴാം. പവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവനെ മറികടന്നു പോകുന്ന ഗായത്രിയെ നോക്കി അവൻ നിന്നു. അവനിൽ നിന്നും കുറച്ചു ദൂരം ചെന്നതും പവൻ അവളോടായി വിളിച്ചു പറഞ്ഞു. ഞാൻ കാത്തിരിക്കും ഗായത്രി, എത്ര നാൾ വേണമെങ്കിലും. നിന്റെ കഴുത്തിൽ ഒരു താലി, അത് എൻ്റെ ആയിരിക്കും. ഗായത്രിയുടെ കാലുകൾ നിശ്ചലമായി. അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ നോക്കി ചിരിച്ചു പോകുന്ന പവനെ കണ്ടു. ഗായത്രിയുടെ കൈ ഒരു നിമിഷം നെഞ്ചിൽ തൊട്ടു. ഉള്ളിൽ ആരും കാണാതെ ഒളിപ്പിച്ച താലിൽ കൈ തട്ടിയതും അത് പൊള്ളുന്നതുപോലെ തോന്നി. ഇനിയൊരു താലി വീഴില്ല പവൻ. ഒരിക്കൽ സ്നേഹിച്ച് ആഗ്രഹിച്ച ആൾ കെട്ടിയ താലിയാണിത്. ഇതിൽ നൽകിയ വിശ്വാസം അയാൾ നശിപ്പിച്ചു. മരണം വരെ മരണം വരെ ഇഷ്ടം അല്ലെങ്കിൽ കൂടി ഈ താലി വേണം എനിക്ക്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ഉള്ളിൽ അർജുനോട് അടങ്ങാത്ത കോപം ജ്വലിച്ചു നിൽക്കുമ്പോഴും കണ്ണുകളിൽ പണ്ടെങ്ങോ മറിഞ്ഞ പ്രണയം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഓഫീസിലെത്തി അന്നത്തെ ജോലിയിൽ മുഴുകുമ്പോഴും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എങ്ങനെയൊക്കെയോ അന്ന് അവൾ തള്ളി നീക്കി. ആനിക്കന്ന് കൂടുതൽ വർക്കുള്ളത് കൊണ്ട് ഗായത്രി ആനി അന്ന് കണ്ടില്ല. വൈകുന്നേരം ഒരുമിച്ച് ഫ്ലാറ്റിലെത്തി ഗായത്രി കുളി കഴിഞ്ഞു വരുമ്പോഴാണ് ആനി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത്. അടുക്കളയിൽ പോയി 2 കപ്പ് ചായയുമായി ഗായത്രി വരുമ്പോൾ ആനി ഗായത്രിയെ ദേഷ്യത്തിൽ നോക്കി. നീ കാരണം എനിക്കിപ്പോൾ സമാധാനമില്ല. അത് കേട്ട് എന്തായെന്നർത്ഥത്തെ ഗായത്രി നോക്കി. ആനി അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ബാൽക്കണിയിൽ പോയിരുന്നു. ഗായത്രിയും അവളുടെ കൂടെ പോയി താഴെ നിലത്തിരുന്നു ചായ കുടിച്ചു. ആ പവൻ ഒരു സമാധാനം തരുന്നില്ല. നീ എന്തുകൊണ്ടാണ് അവനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് കാരണം പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒഴിവാക്കിക്കോന്നു. ആനി, ഞാൻ ഇനി എന്ത് പറയാനാണ്? ഇഷ്ടമില്ലാതെ എങ്ങനെ ഞാൻ? നീ എങ്കിലും എന്നെ മനസ്സിലാക്കൂ. ഗായത്രി, എനിക്ക് മനസ്സിലാക്കും. പക്ഷെ അവൻ സീരിയസ് ആണ്. അതാണ് നിന്നെ തട്ട് ന്യായങ്ങൾ ഒന്നും കേട്ട് പോവാത്തത്. ഇനിയൊരു വഴിയേ ഉള്ളൂ. അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുക. പക്ഷെ അതുമില്ല. ഞാൻ പറഞ്ഞോളാം. നീ എൻ്റെ കൂടെ വന്നാൽ മതി. ഗായത്രി ഒന്നും മൂളി. പിന്നെ എങ്ങോട്ടോ നോക്കിയിരുന്നു ചായ കുടിച്ചു. ആനി പറയുന്നത് പോലെ സത്യങ്ങളിൽ അറിഞ്ഞ പവൻ ഒഴിഞ്ഞു പോകുമെന്ന് അവളും കരുതി. വിനു! അർജുൻ്റെ അലർച്ചയുടെയുള്ള വിളി കേട്ട് വിനു പേടിച്ചു പോയി. മുറി പുറത്തു നിന്നും ലോക്ക് ചെയ്തിരുന്നത് കൊണ്ട് വിനു സമാധാനത്തോടെ നിന്നു. വാതിലിൽ ശക്തമായി ഇടിച്ചുകൊണ്ട് അർജുൻ അവനെ വിളിച്ചു. എന്നാൽ വിനു വേഗം ഫോണെടുത്ത് സുധയെ വിളിക്കുകയായിരുന്നു. വാതിൽ ഇടിച്ചു ദേഷ്യം തീർക്കുന്ന അർജുൻ കുറച്ചു നേരം കഴിഞ്ഞത് നിർത്തി. കാലി ബോട്ടിലുകൾ ഓരോന്നും ചുമരിലേക്ക് എറിഞ്ഞവൻ ദേഷ്യം തീർത്തു. പിന്നെ ഷെൽഫിൽ ഉള്ള ഒരു കുപ്പിയിലേക്ക് ശ്രദ്ധ പോയതും അവൻ്റെ കണ്ണിൽ സന്തോഷം കണ്ടു. വേഗം പോയി അതെടുത്ത് അവൻ വായിൽ ഒഴിച്ചു. പ്രതീക്ഷ അത്ര കിട്ടാത്തത് കൊണ്ട് അവന് കോപം വീണ്ടും അധികരിച്ചു. കയ്യിലെ കുപ്പി മേശയിൽ ശക്തിയായി ഇടിച്ചു പൊട്ടിച്ചു. കയ്യിലെ ബാക്കി ഭാഗം കൊണ്ട് മറുകൈയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി. എന്നിട്ടത് വലിച്ചെറിഞ്ഞു. മേശയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന പൊടിക്കൈ കൊണ്ട് എടുത്ത ആ മുറിയിൽ ഇട്ടു. എന്തോരാനന്ദത്തോടെ അവൻ ബെഡിൽ മലർന്നു കിടന്നു. മദ്യവും മയക്കുമരുന്നും ആരോഗ്യത്തിന് ഹാനികരം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് നമ്മുടെ അർജുൻ അറിയില്ലേ? ഇങ്ങനെ പോയാൽ എൻ്റെ അർജുൻ പെട്ടെന്ന് ക്യാൻസർ വന്ന് മരിക്കും. മലർന്നു കിടക്കുമ്പോൾ മുകളിലെ ഭിത്തിയിൽ ഗായത്രിയുടെ മുഖം തെളിഞ്ഞു വന്നതും അർജുൻ ഒരു ചെറുചിരിയോടെ കിടന്നു. നീ എന്താ വരാൻ വൈകിയേ? നിന്നെ കാണാത്തത് കൊണ്ട് അല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ. അപ്പോൾ പിന്നെ നിനക്ക് എന്നെ ഒരിക്കലും കാണാൻ കിട്ടില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകി ചെവിയുടെ ഒരു സൈഡിലേക്ക് ഒഴുകി. എങ്കിലും ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു. ഗായത്രി, നീ എവിടെയാണെടേ? ഒരു വട്ടം നിന്റെ അജുവേട്ടനെ വന്നു കണ്ടുകൂടെ നിനക്ക്? എങ്ങനെ വരുംലേ? നിന്റെ ജീവിതം നശിപ്പിച്ചാനോ അല്ലേ ഞാൻ? എന്നാലും എന്നോട് കുറച്ചെങ്കിലും സ്നേഹമില്ലേ നിനക്ക്? പണ്ട് നിന്റെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ നിന്റെ കണ്ണുകളിൽ കണ്ട ആ ഒരു തിളക്കം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തു ഞാൻ. അർജുൻ വേണ്ടെന്ന് ദേഷ്യം വന്നു. അവർ 2 കൈകൾ കൊണ്ട് മുടിയിൽ പിടിച്ചു വലിച്ചു. മുടിയിൽ നിന്നും അലർച്ച കേട്ടിട്ടും വിനു പോയില്ല. അവനത് പുതുമല്ലായിരുന്നു. ബെല്ലടിച്ചതും വിനു പോയി വാതിൽ തുറന്നു.
സുധിയെയും ജോണിനെയും കണ്ടതും അവൻ്റെ മുഖത്ത് ആശ്വാസം നീയലിച്ചു. സുധിയും ജോണും അകത്ത് കയറി. എന്താടാ, എന്താ നീ വരാൻ പറഞ്ഞത്? ഡാ അർജുൻ ഇത്രയും നേരം വാതിലിൽ ഇടിക്കായിരുന്നു. അതാ ഞാൻ. പിന്നെ ഇന്ന് ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ജോൺ ഒന്ന് മൂളി. വാതിൽ ലക്ഷ്യം വെച്ച് ജോൺ നടക്കുമ്പോൾ സുധിയും വിനുവും പുറകിൽ നടന്നു. അകത്തു കയറിയതും ജോൺ കണ്ടു ബെഡിൽ കയ്യിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്ന കൈകളോടെ കിടക്കുന്ന അർജുനെ. ആ കാഴ്ച കണ്ടു സുധിയും ജോണും അവൻ്റെ അടുത്തേക്ക് ഓടി. വിനു അപ്പോഴേക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സും വെള്ളവുമായി വന്നിരുന്നു. അവർ 3 പേരും അവൻ്റെ മുറിവ് കെട്ടുമ്പോൾ അർജുൻ നരങ്ങി കിടന്നു. അർജുനെ കണ്ട് അവർക്ക് 3 പേർക്കും സങ്കടം തോന്നി. മുറിയിൽ ആകെ കുപ്പിച്ചിലായതുകൊണ്ട് അവൻ അർജുനെ കൊണ്ട് മറ്റൊരു മുറിയിൽ കിടത്തി. ഡാ, അവളെക്കുറിച്ച് എന്തെങ്കിലും? ജോൺ നിരാശയോടെ ഇല്ല എന്ന് തലയാട്ടി. വിനുവും സുധിയും അർജുൻ്റെ ബെഡിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ജോൺ കുറച്ചു മാറി അവനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇനി എവിടെ പോയി നോക്കും നമ്മൾ? ഈ ചെന്നൈ സിറ്റി മുഴുവൻ, എന്തിന് കേരളത്തിൽ എവിടെയൊക്കെ അന്വേഷിച്ചു, ഇനി എവിടെ? വിനു, ഇനി സുധി പറയും പോലെ ഹരി, അവന് മാത്രമേ അവളെ കാണിക്കാൻ കഴിയൂ. എന്നാലും അവൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇവളെ? ഡാ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ജോൺ. നമ്മൾ മുഴുവൻ അന്വേഷിച്ചത് അവൾ ആൾതാമസം കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. എനിക്ക് തോന്നുന്നത് അവളെ ഹരി നമ്മുടെ ശ്രദ്ധ പോവാത്ത എവിടെയെങ്കിലും. സുധി, നീ പറഞ്ഞു വരുന്നത് കൂടുതൽ ആൾതാമസമുള്ള ഏരിയയിൽ അവൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഇത്രയും കാലം കരുതി. ചിലപ്പോൾ അവൾ അങ്ങനെ ഒരു സ്ഥലത്താണെങ്കിലോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. ജോൺ എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു. സുധിയുടെ നിഗമനം തന്നെയായിരുന്നു വിനുവിനും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പോലീസിൽ, തിരുവനന്തപുരത്താണ്. അവനോട് ഞാൻ അന്വേഷിച്ചു നോക്കാം. പിന്നെ നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അർജുൻ ചെറിയ നിരങ്ങലോടെ കണ്ണുകൾ തുറന്നു. മുകളിലെ ഭിത്തി കണ്ടതും അവൻ ചുറ്റും നോക്കി. എന്തോ ആ മുറി കണ്ടു അവൻ. ദേഷ്യം വന്നു. വേഗം എഴുന്നേറ്റു. വിനുവും സുധിയും അവനെ പിടിച്ചു നിർത്തി. ജോൺ ഡോർ ലോക്ക് ചെയ്തു അർജുൻ്റെ അടുത്ത് വന്നു. എനിക്ക് എൻ്റെ മുറി മതി, ഇവിടെ വെളിച്ചമാണ്. എൻ്റെ ഗായത്രി ഇങ്ങോട്ട് വരില്ല. എന്നെ വിട് സുധി. അജു പ്ലീസ്, ആ മുറി ആകെ നാശമായി. ഇന്ന് നീ ഇവിടെ കിടക്ക്. പറ്റില്ല ഗായത്രി, അവൾ വരില്ല ഇങ്ങോട്ട്. എനിക്ക് ആ മുറിയിൽ പോകണം. അർജുനെ പിടിച്ചു നിർത്താൻ പാടുപെട്ടു 3 പേരും. അർജുൻ്റെ വാക്കുകളിൽ മുഴുവൻ ഗായത്രി എന്ന് മാത്രമായിരുന്നു. അവരെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്തൊരു ഉൾപ്രേരണയിൽ ജോൺ അർജുൻ്റെ മുഖത്തേക്കൊന്ന് കൊടുത്തു. അത് കണ്ട് വിനുവും സുധിയും ജോണിനെ നോക്കി. അർജുൻ ബെഡിലെ നിലത്തേക്ക് നോക്കിയിരുന്നു, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ. അവൻ്റെ ഒരു ഗായത്രി, നീയല്ലേ അവളെ നഷ്ടപ്പെടുത്തിയത്? അവളുടെ സ്നേഹത്തെ, വിശ്വാസത്തെ എല്ലാം ചവിട്ടി തേച്ചു. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ എന്തോരം പ്രതീക്ഷയോടെയാണല്ലോ അവൾ നിനക്ക് മുന്നിൽ താലി കെട്ടാൻ നിന്നത്. എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചു നീ. ഇപ്പോൾ അവളെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും അവൾ? അവൾ വരില്ല. അവളുടെ ഉള്ളിൽ ഇപ്പോൾ നിന്നോട് പ്രണയമല്ല, പക മാത്രമാണ്. അവളുടെ ജീവിതം നശിപ്പിച്ച, കുടുംബം നശിപ്പിച്ച നിന്നോട് അടങ്ങാത്ത പക. ജോൺ അലറിക്കൊണ്ട് അർജുനോട് പറയുമ്പോൾ അർജുൻ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. അർജുൻ്റെ ഇരിപ്പ് കണ്ട് ജോൺ അവന് മുന്നിൽ കസേര വലിച്ചിട്ട് കൊണ്ടിരുന്നു. അജു, ഞങ്ങളില്ലടാ നിന്റെ കൂടെ. ഞങ്ങൾ എത്ര ശ്രമിക്കുന്നുണ്ടറിയോ അവളെ കണ്ടുപിടിക്കാൻ. പക്ഷെ നീയാണ് ഞങ്ങളെ തോൽപ്പിക്കുന്നത്. നിന്റെ ജീവിതമാണ് നീ നശിപ്പിക്കുന്നത്. ഗായത്രി, അവളെ നമ്മൾ കണ്ടുപിടിക്കണ്ട. അവളോടെല്ലാം പറഞ്ഞു അവളെ വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ അപ്പോഴേക്കും നിന്റെ ജീവിതം എങ്ങനെയാവുമെന്ന് പറയാൻ കഴിയില്ല. നീ ഇതൊക്കെ ഒന്ന് നിർത്ത്. വലിയ അപകടത്തിലേക്കാണ് ഇതൊക്കെ. ജോൺ, ഞാൻ എന്ത് ചെയ്യും പിന്നെ? ഈ 2 വർഷം എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അവളില്ലാതെ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥ. എനിക്ക് അവളൊന്ന് കണ്ടാൽ മാത്രം മതി. ജോണിൻ്റെ കയ്യിൽ പിടിച്ച് പറയുന്ന അർജുനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവർ 3 പേരും. ഞങ്ങൾ ഉണ്ടിടാ നിന്റെ കൂടെ. അവളെ കൊണ്ടുവരും ഞങ്ങൾ. നിന്റെ ഗായത്രിയെ നിനക്ക് തിരിച്ചു തരും. പക്ഷേ നീ ഇതൊക്കെ നിർത്തണം, അല്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ പറ്റില്ല ജോൺ. എൻ്റെ ലഹരി മുഴുവൻ ഗായത്രിയാണ്. അവളെ കിട്ടാതെ എനിക്ക് ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നു. ജോൺ അർജുനെ കെട്ടിപ്പിടിച്ചു. വിനുവും സുധിയും അവരെ പുണർന്നു. ആ സുഹൃത്തുക്കൾക്ക് പഴയ അർജുനെ കൊണ്ടുവരാൻ ഗായത്രി മാത്രമാണ് വഴിയെന്ന് അറിയാമായിരുന്നു. ജോണിൻ്റെ ഫോൺ അടിച്ചപ്പോഴാണ് അവർ വിട്ടുനിന്നത്. ജോൺ എഴുന്നേറ്റ് ജനലിൻ്റെ അരികിൽ പോയി ഫോൺ എടുത്ത് സംസാരിച്ചു. അർജുൻ തലക്ക് കയ്യും കൊടുത്ത് ബെഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഫോൺ വെച്ചു കഴിഞ്ഞു. ജോൺ അവർക്ക് 3 പേർക്കും മുന്നിൽ വന്നു നിന്നു. സുധിയും വിനുവും പ്രതീക്ഷയോടെ ജോണിനെ നോക്കി. അർജുൻ അപ്പോഴും തല താഴ്ത്തി തന്നെ ആയിരുന്നു. അജു, നിന്റെ പെണ്ണിനെ കിട്ടി. വാക്കുകൾ കേട്ട് ശ്വാസം വരാതെ അർജുൻ ഞെട്ടി ജോണിനെ നോക്കി. ജോൺ തലകൊണ്ട് അതേ എന്നാട്ടി. സുധിക്കും വിനുവിനും അതേ അവസ്ഥ തന്നെയായിരുന്നു.
എറണാകുളത്ത് നമ്മുടെ കൊച്ചിയിലുണ്ട് നിന്റെ ഗായത്രി. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതി എന്തോ കിട്ടിയ സന്തോഷത്തോടെ അർജുൻ എഴുന്നേറ്റ് ജോണിനെ കെട്ടിപ്പിടിച്ചു. അവന്റെ മുഖത്ത് 2 വർഷത്തിനു ശേഷം ഒരു പുഞ്ചിരി നിറഞ്ഞു വന്നു.